ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫുമായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനങ്ങളെ തന്നെ ഇവരെല്ലാം തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിനകത്ത് പോലുമുള്ള വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കുകയും അത് യു ഡി എഫിന് തന്നെ വലിയ തലവേദനയായി തീരുകയും ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇവരുടെയൊന്നും വോട്ടില്ലെങ്കിൽ പോലും ജയിക്കാമായിരുന്നിട്ടും ഏതാണ്ട് കേരളത്തിൽ വെറും 0.33% മാത്രം വോട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പിന്തുണ വി ഡി സതീശൻ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് നമ്മൾ കണ്ടു. അതുവരെ കുഴപ്പമില്ലായിരുന്നു, കാരണം സ്വീകരിക്കുന്നത് വരെ പ്രശ്നമില്ല. പക്ഷേ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയൊക്കെ ഡിമാൻഡ് പ്രകാരം ഇദ്ദേഹം പുറത്തു വന്ന് ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പഴയ മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞ് അവരെ വെള്ളപൂശാനുള്ളൊരു ശ്രമം പോലും നടന്നിരുന്നു. ഇതൊക്കെ തന്നെ വലിയ തോതിൽ രൂക്ഷമായിട്ടുള്ള CPM-ൻ്റെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു, LDF-ൻ്റെയൊക്കെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് കഷ്ടിച്ചാണ് ഇവർ പതുക്കെ ഈ പറഞ്ഞ പുറകോട്ട് വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ അതേ നിലപാട് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. 2026 തെരഞ്ഞെടുപ്പിൽ ഇതൊരു സ്ട്രാറ്റജിക്കായ ബ്ലണ്ടർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് ഞാൻ വരാം. അത് തന്ത്രപരമായിട്ടുള്ള ഒരു പിഴവാണ് UDF-നും വി ഡി സതീശനും ഒക്കെ പറ്റിയിട്ടുള്ളത്. കാരണം അവർ വിചാരിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് 29-30% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഈ പറയുന്ന മുസ്ലിം ലീഗും അതുപോലെ തന്നെ SDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ ആശയധാരകൾക്ക് കൃത്യമായി ഈ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയൊരു വിഭാഗത്തെയാണെന്ന് അവർക്കറിയാം. കാരണം വോട്ടിൻ്റെ ശതമാനം മാത്രം നോക്കിയിട്ടല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ പോലെയുള്ള മാധ്യമം പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അത് മുസ്ലിം ലീഗിനകത്ത് പോലും ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം തന്നെ ഒരു എൻ ബ്ലോക്കായി ആ വോട്ടുകളൊക്കെ തന്നെ UDF-ന് കിട്ടുമെന്നും, അപ്പോൾ അങ്ങനെ കിട്ടിയാൽ പിന്നീട് ഒരു 10-12% വോട്ടുകൾ ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുക്കളുടെയും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയായി 2026 ജയിച്ച് കയറാം എന്നുമാണ് UDF വിചാരിച്ചിട്ടുള്ളത്. ഇതൊരു സ്ട്രാറ്റജിയാണ്. തീർച്ചയായിട്ടും ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് സാധാരണയാണ്. കേരളത്തിൽ പഴയകാല ഇലക്ഷൻ പോലെയല്ല, ഏറ്റവും വർഗീയമായി വിഭജനം നേരിട്ടിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും ഈ 2026 കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ സാമുദായിക സംഘടനകൾക്ക് തന്നെ വലിയ പ്രാധാന്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം നിൽക്കുന്നു. തൊട്ടിപ്പുറത്ത് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയെന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടായാൽ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയിട്ടുള്ള 38 ലക്ഷം വോട്ടുകൾ പാർലമെൻറ്റിലേക്ക് കിട്ടിയതുണ്ട്, 31 ലക്ഷം വോട്ടുകൾ BJPക്ക് ലോക്കൽ ബോഡിയിലേക്ക് കിട്ടിയതുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ വലിയൊരു പെർസെൻറ്റേജ് വോട്ടുകൾ തീർച്ചയായിട്ടും തിരികെ ഈ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ UDF-നെയും ഒക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDF-ലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട്. അതിന് ചില വഴിമരുന്നിട്ടുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ, ഇപ്പോൾ KN ഖാദറിനെ പോലെയുള്ള ഒരാൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 25 സീറ്റുകളിലാണ് കഴിഞ്ഞവണ, ഇത്തവണ 27 സീറ്റുകളിലേക്ക് അവർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകും. ആ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി NSS-നെയും SNDPയും വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും മറുഭാഗത്തു കൂടി നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളെല്ലാം തന്നെ കൃത്യമായി നടക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിനകത്തു നിന്നുള്ള വോട്ടുകൾ പോലും എൻ ബ്ലോക്കായി കിട്ടുമോ എന്ന് പറയുന്നൊരു സംശയം ഉയർന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അടുത്ത് നടത്തിയിട്ടുള്ള സമസ്തയുടെ 100ാം വാർഷികമാണ്. അവരുടെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ്. ആ കോൺഫറൻസിലേക്ക് വരുന്നതിന് മുമ്പ്, ഇതിലേക്ക് നയിക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ചില തർക്കങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന സമസ്തയുടെ പറഞ്ഞ മുഷാഫർ അംഗം, ഷൂറ അംഗം, അത് പണ്ഡിത സഭയിലെ അംഗം, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാണക്കാട് തങ്ങൾമാരെ പോലും വിമർശിച്ചിരുന്നു എന്നുള്ളത് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ബൈത്തു സക്കാത്ത് പോലെയുള്ള പരിപാടികളുമായി തങ്ങൾ കുടുംബത്തിലെ ആളുകൾ തന്നെ പങ്കുചേരുന്നത് വലിയ തോതിലുള്ള തങ്ങളുടെ വിശ്വാസങ്ങളിലുള്ള കലർപ്പുണ്ടാക്കുകയാണെന്നും, അത്തരം കാര്യങ്ങളിലേക്ക് കടന്നാൽ ഏത് തങ്ങൾ കുടുംബമാണെങ്കിലും ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ആ ഉന്നയിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പാണക്കാട് തങ്ങളുടെ കിടക്കം അനുഗ്രഹാശിസുകളോടെ ആയിരിക്കും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം പറഞ്ഞുകൊണ്ടായിരിക്കും. കാരണം ഷാഫി ചാലിയം വളരെ കൃത്യമായി ഈ ഉമർ ഫൈസി മുക്കത്തിനൊക്കെ തന്നെ മറുപടി കൊടുക്കുന്നത് കണ്ടു. കാരണം ഉമർ ഫൈസി മുക്കത്തിനോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ പരിപാടികളും ചലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ പാണക്കാട് തങ്ങൾമാർ മുന്നിട്ടിറങ്ങിയെന്ന് ഫണ്ട് പിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ, ഇത്തരത്തിൽ ആളുകളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും ഉമർ ഫൈസി മുക്കത്തെ അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് കളയണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഷാഫി ചാലിം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പോലെ ഒരു യഥാർത്ഥത്തിൽ EK സുന്നി വിഭാഗക്കാരനല്ലെന്നും മുജാഹിദാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. പിന്നീട് ഷാഫി ചാലിം വന്ന് ഞാൻ മുജാഹിദ് അല്ല എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രൂക്ഷമായ തർക്കങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തർക്കങ്ങൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമായിരുന്നെങ്കിൽ അവർ നേരെ ചെന്ന് കുഞ്ഞാലിക്കുട്ടിയെ കാണും, പാണക്കാട് തങ്ങളെ കാണും, അവരെയാണ് രാഷ്ട്രീയമായി മറ്റാളുകളോട് വിലപേശിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം അതല്ല അവസ്ഥ. ഇപ്പം യഥാർത്ഥത്തിൽ ജഫ്രി മുത്തുക്കോയ തങ്ങളും ഈ മൊറഫൈസി മുക്കവും ഒക്കെ തന്നെ വളരെ നേരിട്ട് CPM LDF മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് ബോർഡിലേക്ക് ജഫ്രി ഈ പറയുന്ന മുത്തലബിയുടെയൊക്കെ, അതായത് അവരുടെ മാനേജറിൻ്റെ, വഖഫ് ബോർഡിൻ്റെ മാനേജർമാരുടെ പ്രതിനിധിയായിട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉമർ ഫൈസി മുക്കത്തെ തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലും EK സുന്നി വിഭാഗത്തിലും ഒക്കെ വലിയ തോതിലുള്ള ഒരു പിളർപ്പുണ്ടായിരിക്കുന്നു എന്നാണ്. കാരണം അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് പിണറായി നല്ലത് ചെയ്താൽ ഞാൻ നല്ലത് പറയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ തോതിലൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിലേക്ക് മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി പ്രഗത്ഭനായ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവിനെ പ്രഗത്ഭൻ എന്നൊന്നും പറഞ്ഞില്ല, പ്രതിപക്ഷ നേതാവ് വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വാഗതം വരലി ഒരു സാധാരണ ലെവലിൽ. പിന്നീട് അദ്ദേഹം നിരവധി പേർക്ക് സ്വാഗതം വരലി. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹം വിട്ടുപോയത്, നിങ്ങൾ ശ്രദ്ധിക്കണം, കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനെ അദ്ദേഹം വിട്ടുപോയി. പിന്നീട് അദ്ദേഹം ഒരാൾ ഓർമ്മിപ്പിച്ചപ്പോൾ അത്തരത്തിലൊരു സ്വാഗതവും കൂടി പറഞ്ഞു. അതായത് KC വേണുഗോപാൽ വിളിപ്പിച്ചിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരമൊരു കാര്യം സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമസ്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഇതെല്ലാം തന്നെ സൂചനകളാണ്. മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അത് സമസ്ത വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രമേയം കൂടി പാസ്സാക്കിയിരുന്നു. ആ പ്രമേയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പുതിയ ചെറുപ്പക്കാരെ വലയിട്ട് പിടിക്കുന്നുവെന്നും ആ ചെറുപ്പക്കാർ വലിയ തോതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി വഴിതെറ്റുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള വളരെ കൃത്യവും അതിനിശ്ചിതവും ക്ലാരിറ്റിയോട് കൂടിയ ഒരു പ്രമേയമാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ UDF വിചാരിക്കുന്നത് പോലെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ ബ്ലോക്കായി ഈ പറയുന്ന 30% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ ആലോചിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമല്ല, അവരുടെ പണ്ഡിത സഭകൾ തീരുമാനമെടുക്കാതെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അവർ വളരെ കൃത്യമായി ആലോചിച്ച് വളരെ ഈ പറഞ്ഞ വിവേകത്തോടു കൂടി മാത്രം തീരുമാനങ്ങൾ പുറത്തു പറയുന്ന ആളുകളാണ്. അവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു കാര്യം, LDF സമസ്തയിൽ തന്നെ നേരത്തെ ഒരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് പിന്നീട് ഒരുമിച്ച് ചേരുകയാണെന്നും EK സുന്നി വിഭാഗക്കാരും അതുപോലെ തന്നെ AP സുന്നി വിഭാഗക്കാരായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒക്കെ ഏതാണ്ട് ഒന്നിക്കുകയാണ് എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിൽ നിന്ന് ഈ വഴിമാറി നടക്കാൻ മുസ്ലിം സമുദായത്തിനടുത്ത് ഈ പറയുന്ന പോലെ EK സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയിൽ തന്നെ വലിയൊരു വിഭാഗം പിണറായിയോടും അതുപോലെ LDFനോടും ഒക്കെ ഒപ്പം നിൽക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്ന പോലെ മലബാറിലും അതുപോലെ തന്നെ കോഴിക്കോട്ടിലും മലപ്പുറത്തുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു തൂത്തുവാരൽ UDFന് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നാണെങ്കിൽ അതുണ്ടാകാനുള്ള സാധ്യതകൾ ഏതാണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരികയും തൊട്ട് ഓപ്പോസിറ്റായി ഇത്തരത്തിലുള്ളൊരു ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷനും ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോൾട്ടേഷനും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രവചനാതീതമാകും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതിൻ്റെ സൂചനകളാണ് സമസ്തയുടെ 100ാം വാർഷികത്തിലെ മഹാസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്.